അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പണിക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി എടുക്കുന്നതാണ്. പണിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. അതായത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പണിക്കാർ ഞാനും കുഞ്ഞാവയാണ്. അണ്ണാണി ഇപ്പോൾ ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ അണ്ണാണിയും ഉണ്ട്. അച്ചാച്ചി പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. ഫാമിലെ കാര്യങ്ങളൊക്കെ, പട്ടിയുടെ കാര്യം, കോഴിയുടെ കാര്യം, പിന്നെ ബാക്കി കാര്യങ്ങൾ, മുട്ടയുടെ കാര്യം ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നു. വെയിൽ കാരണം ഒരു പരിപാടിയും നടക്കില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മളെ സഹായിക്കാൻ വേറെ ആരുമില്ല. അതായത് ജോലിക്ക് ഇപ്പോൾ ആരെയും നിർത്തിയിട്ടില്ല. വീട് പണി തുടങ്ങിയതോടുകൂടി അറിയാമല്ലോ, വീട് പണി തുടങ്ങുന്ന ആ ഒരു കഷ്ടകാല സമയം എന്ന് പറയുമ്പോൾ സാമ്പത്തികമാന്ദ്യം നമ്മളെ വല്ലാണ്ട് ബാധിക്കും. അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്കിപ്പോൾ ആരോഗ്യപരമായിട്ട് യാതൊരു കുഴപ്പമില്ല. ഞാനും കുഞ്ഞാവും കൂടെ വിചാരിച്ച തീരാനുള്ള ജോലി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടെ അഘോരാത്രം പണിയെടുക്കുന്നു. മണിയണ്ണനും ചേച്ചിയൊക്കെ വിഷുവിന് മുന്നേ തന്നെ അവർ തിരിച്ചുപോയി. പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി അങ്ങ് പോയതല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. കണ്ണാപ്പി ജർമ്മനിക്ക് പോയി, അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്നേരം മണിയണ്ണനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ വിളിക്കുമ്പോൾ മണിയണ്ണൻ വരും, ജോലി ചെയ്യും, സഹായിക്കും, അങ്ങനെ പോകും. പിന്നെ ചേച്ചിയും വരാറുണ്ട്. വിഷുവിനൊക്കെ എല്ലാവരും വന്നു. വിഷുവിന് മുന്നേ അവർ പോയായിരുന്നു. ഞാനിപ്പോൾ അതൊക്കെ സൗകര്യം പോലെ പറയാമെന്ന് ഓർത്തിരിക്കുക, സമയം കിട്ടിയില്ല. ഇടയ്ക്കുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ഭാഗം പണി ഞങ്ങളിവിടെ ആദ്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. പണിക്കാർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണികളാണ്. അതെ. പിന്നെ അവരെ തിരക്കൊക്കെയായി, കല്യാണം തിരക്ക്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പണിക്കാരൻ്റെ ആവശ്യം എന്തായാലും വേണ്ടി വന്നു. കാരണം ഇത്രയും ആൾക്കാരെ, ജീവികളെ ഒറ്റയ്ക്ക് നോക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയപ്പോഴാണ് പണിക്കാരെ നിർത്തിയത്. അതെ, സ്ഥിരമായിട്ട് നിർത്തിയത്. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ. ഇച്ചിരി വെയിലുണ്ട്, അതാണ് ഒരു ബുദ്ധിമുട്ടെന്ന് പറയാനുള്ള കാര്യമുള്ളൂ. ബാക്കിയുള്ള പരിപാടികളെല്ലാം ഞങ്ങൾ ഒരു രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഏകദേശം പണികളെല്ലാം ഒതുങ്ങും. രാവിലെ 3 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ, അതായത് നല്ല ആരോഗ്യത്തോടെ നിന്ന അത്ര നേരത്തെ പണിയേ ഉള്ളൂ. പിന്നെ ബാക്കി പിന്നെ പൊതുവെ അറിയാലോ, ഒന്ന് സാമ്പത്തികമായിട്ടും കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പെരപ്പണീൻ്റെ കാര്യമുണ്ട്. പിന്നെ വീഡിയോയ്ക്കും പണ്ടത്തെ പോലെ വ്യൂ ഇല്ല. അതിപ്പോൾ പൊതുവെ എല്ലാവർക്കും വ്യൂ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. നമുക്കറിയാലോ, വ്യൂ അനുസരിച്ചാണ് നമുക്ക് വരുമാനം. അപ്പോൾ വരുമാനം കുറയുമ്പോൾ നമ്മളും അതിനനുസരിച്ച് ജീവിത ചെലവ് ചുരുക്കണം, ജീവിത രീതികളെല്ലാം മാറ്റണമല്ലോ. പണ്ട് അങ്ങനെ ഒരുപാട് ലാവിഷാന്ന് പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. മാത്രമല്ല, അന്നേരമൊക്കെ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് എപ്പോഴും ആശുപത്രി പോക്കല്ലേ. ഒരാഴ്ച പോയാൽ എറണാകുളത്ത് ഒരാഴ്ച നിന്നിട്ടുള്ള വരവാണ്. അന്നേരം ഇവിടുത്തെ കാര്യം മുടങ്ങും. ഇപ്പം പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ ഗൃഹഭരണവും ഞങ്ങളുടേതായൊരു ലോകത്ത് ഇങ്ങനെ ചില്ല് ചെയ്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകും. നല്ല വെയിലാണ്. നമ്മൾ വെള്ളം കുടിച്ചൊരു വഴിക്കാവും. എത്ര കുടിച്ചാലും ഏക്കത്തുമില്ല. അതുകൊണ്ട് മിൽമ കുപ്പിയിൽ വെള്ളം നിറച്ചാണ് നമ്മൾ കൂടി. സുലഭ തണുക്കാൻ പിടിച്ചു വെക്കുന്ന ഇങ്ങനത്തെ കുപ്പികളിലൊക്കെ. പരിപാടിയൊന്നുമില്ല. ഇപ്പം ഏകദേശം പണികൾ ഒതുങ്ങി. ഇനി പോത്തന്മാർക്ക് ഇച്ചിരി പുല്ല് പുറമേ. ചപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ പുല്ല് വെട്ടി അത് അരിഞ്ഞിട്ട് കൊടുത്തില്ലേ തിന്നോളില്ലേ, മൊത്തം ചവച്ച് തുപ്പിക്കളയും. അപ്പോൾ അതും വെട്ടിയിട്ട് കൊടുത്താൽ ഏകദേശം പരിപാടികൾ, ഇപ്പോഴത്തെ പരിപാടികൾ, രാവിലത്തെ പരിപാടികൾ കഴിയും. പിന്നെ ഒരു ഉച്ച കഴിയുമ്പോൾ പട്ടിക്കൂടൊക്കെ ഒന്ന് കഴുകി അമ്മക്ക് ചോറും കൊടുത്ത് ഇന്നിനി ഗ്യാസ് എടുക്കാൻ പോകണം. അവരെ ഒന്ന് കുളിപ്പിക്കാനുണ്ട്. മുട്ട കൊടുക്കാൻ പോകണം, ഗ്യാസ് എടുക്കാൻ പോകണം. അങ്ങനെ 2 പണികൾ വേറെയുണ്ട്. പിന്നെ അമ്മമാരെ ഒന്ന് കുളിപ്പിച്ച് കുറച്ചുപേരെ ഒന്ന് കുളിപ്പിക്കണം. അങ്ങനെ കുറച്ച് പണികൾ. ഇനി പട്ടികളൊക്കെ ഒന്ന് കുളിപ്പിക്കണം. കാരണം ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. കണ്ണാപ്പിയുടെ അടുത്തായിരുന്നു കുഞ്ഞാവിൻ്റെ വണ്ടി ഉണ്ടായിരുന്നത്, ബുള്ളറ്റ്. അതും എടുത്തിട്ടാണ് വന്നത്. അയ്യോ, കുറേ നാൾ കൂടി ഇരുന്നില്ല വണ്ടി ഇരുന്നിട്ട്. പിന്നാമ്പുറമൊന്നും ഇല്ല. ഇരുന്നെന്ന് പറയുമ്പോൾ ഒരു 500 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചില്ല. ഒരു തൃശ്ശൂർ ഞങ്ങൾ സ്റ്റേ ചെയ്തു. പിന്നെ എറണാകുളമൊക്കെ ഒന്ന് കറങ്ങി വന്നു. വേറെ 1-2 സ്ഥലം ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് പോയി കറങ്ങി തെറ്റി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 500 കിലോമീറ്റർ ഞങ്ങൾ ഓടി. ഇപ്പൊ കുറേ ആയിട്ട് അങ്ങനെ ബൈക്ക് യാത്ര ഇല്ലല്ലോ. അണ്ണാണ്ട് കൂടെ കുറച്ച് ദൂരം പോകുന്നല്ലാണ്ട്. പക്ഷെ രസമുണ്ടായിരുന്നു. എങ്ങും മഴയൊന്നും പെയ്ത് നമ്മളെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അണ്ണാണി കൊണ്ടുണ്ടെ കുറച്ചും കൂടെ എളുപ്പം കേട്ടോ പരിപാടി. പെട്ടെന്ന് തീരും. പിന്നെ അണ്ണാണിക്ക് ചുറ്റും നമ്മളാരെങ്കിലും ഉണ്ടാവും, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അമ്മേ, കുഞ്ഞാവേ, ദിത്യേ, അമ്മേ, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. പണിയൊക്കെ പെട്ടെന്ന് തീരും. അങ്ങനെ നമ്മുടെ പുതിയ കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങി. നമ്മുടെ ഫാം ഫ്രഷ് മുട്ടകൾ ഇനി മുതൽ സീതത്തോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് തുടങ്ങണം. ഇടയ്ക്ക് കുറച്ചൊരു ഗ്യാപ്പ് വന്നല്ലോ. ഇപ്പം പിന്നെ പുറത്തു നിന്നൊക്കെ കുറേ മുട്ടകൾ വരുന്നുണ്ട്, വില കുറഞ്ഞത്. എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിഞ്ഞൂടാ. എന്ത് മുട്ടയാണെന്ന് അറിഞ്ഞൂടാ. എല്ലായിടത്തും വരുന്നുണ്ട്. പലരും അത് നമ്മുടെ ഇവിടുത്തെ മുട്ടയെന്ന് പറഞ്ഞ് വിൽക്കുന്നുമുണ്ട്. നമ്മളെല്ലാം അറിയുന്നുമുണ്ട്. നോക്കാം. അങ്ങനെ ഇരിക്കുന്നു.
അപ്പോൾ അതാണ് കാരണം. കഴിഞ്ഞ ദിവസം എന്ത് കോഴിയുടെ തീറ്റ, കഴിഞ്ഞ ദിവസമൊക്കെ കുറേ പേര് കമൻ്റൊക്കെ ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ദേവു എവിടെ, ആദു എവിടെ, മണിയണ്ണൻ എവിടെ, പിള്ളേരെവിടെ, ചേച്ചി എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് കാരണം. പിന്നെ കുറേ പേര് കിച്ചുവിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. കിച്ചു പഠിക്കുവാണ്, അവൻ ബാംഗ്ലൂരാണുള്ളത്. അവൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. അതെ, പഠിക്കുന്ന വെച്ച് പഠിക്കട്ടെ, പഠിത്തമൊക്കെ കഴിയുമ്പോൾ അവൻ വരും, അന്നേരം നമുക്ക് കാണാം. പിന്നെന്താ വിശേഷം? പിന്നെ വീട്ടിൽ അവിടെ ചെന്ന് വയനാട്ടിൽ ചെന്ന് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നു. പോയി എല്ലാവരെയും കണ്ടു, വർത്താനം പറഞ്ഞു, അപ്പാടെ തിരിച്ചിറങ്ങി. കാരണം ഇവിടെ ആളില്ലല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോകും. അങ്ങനെ അതൊക്കെ നല്ല വേർപ്പിൻ്റെ മണം. അതൊക്കെയാണ് ഇപ്പം നമ്മുടെ ജീവിത കഥന. പക്ഷെ രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പം ഇത്രയും എനിക്കും ഞാനിവിടെ പണിക്ക് ഇറങ്ങാൻ തുടങ്ങിയ പിന്നെയാണ് നമുക്ക് പണിക്കൊരാൾ വേണ്ട, ഞങ്ങൾ രണ്ടും മതി എന്നുള്ള തീരുമാനമായത്. ഒറ്റയ്ക്ക് ഇപ്പോൾ കുഞ്ഞാവെ മാത്രം നീ പോയി പണിയെടുത്തോ എന്ന് പറഞ്ഞ് വിടാനും പറ്റില്ലല്ലോ. ഡയറ്റ് തുടങ്ങി ഞാനൊന്ന് ക്ഷീണിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, എനിക്ക് കിതപ്പില്ല, പണിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, ക്ഷീണമില്ല. മറ്റേന്ന് പറഞ്ഞാൽ വണ്ണം നന്നായിട്ടിരുന്നപ്പോഴത്തേക്ക് ചെറിയൊരു പണി ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കിതപ്പ്, ശ്വാസം മുട്ടലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചെയ്യാനേ തോന്നൂലായിരുന്നു. വണ്ണം ഒന്ന് ഒതുങ്ങിയ പോലായി, അതായത് ആരോഗ്യമായി തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ കുറഞ്ഞു. ഡയറ്റൊക്കെ പറഞ്ഞുതരാം ഞാനത് ശരിക്കൊന്ന് കുറയട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. പറയൂല ഇപ്പം, അത് വേറെ പറയാം. പ്രത്യേകിച്ച് വലിയ എനിക്കറിഞ്ഞിട്ട് ഞാൻ ഡയറ്റ് ചെയ്യുന്നത് അത്രയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇതെന്തിനു ഡയറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞു. ഡയറ്റും ചെയ്തുള്ള താടി എടുത്ത് കളഞ്ഞു. എന്നിട്ട് അവസാനം ഞങ്ങൾ കിടൂന്ന് വിളിക്കേണ്ടി വരും. കിടൂന് ആകെ പേടി വീശം താടി ഉള്ളത് കൊണ്ടായിരുന്നു. അവരെന്നെ സന്ധ്യന് കളിയൊക്കെ ശരിയാക്കും. ഇവിടെ ഇല്ല, മലപ്പുറത്ത് പോയി. മണിയമ്മയ്ക്ക് ചെറിയൊരു കണ്ണിന്റെ ഒരു തിമിരത്തിന്റെ ഒരു ഓപ്പറേഷൻ വരുന്നുണ്ട്. അപ്പോൾ മണിയമ്മയുടെ കൂടെയാണ് അണ്ണാണി, അമ്മും കിടും അവിടെയാണ്. ഇപ്പം വരുമോന്നൊന്നും അറിയത്തില്ല. കിടു അണ്ണാണിയും കൂടി ഇങ്ങനെ പോരുമായിരിക്കും. കാരണം അമ്മുവിന് ക്ലാസ്സും മണിയമ്മയും നോക്കണ്ടേ. എന്നാലും രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് അവനെ കൂടെ ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞോ, നാളെ മണിയമ്മനെ ഹോസ്പിറ്റലിൽ കാണിക്കാണ്ട്, അതും കാണിച്ച് മറ്റന്നാൾ പറഞ്ഞു. അപ്പം അണ്ണാണിയും കൂടെ വരുമ്പോൾ എല്ലാം ഈസി. പക്ഷെ അണ്ണാണി നമുക്ക് അധികം നമ്പാൻ പറ്റൂല. എപ്പോഴാണ് ജർമ്മനിക്ക് പോകുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. അണ്ണാണി ജർമ്മനിക്കും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മാത്രമാവും. അപ്പൊ ഞങ്ങൾ പോയിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞിട്ട് അതെ, അപ്പൊ ഞങ്ങൾ പോട്ടെ. ആ ദേഷ്യം വന്നാലല്ലേ, ദേഷ്യം വരുന്ന കുറവാ. അന്ന് ആദൂന് കിട്ടിയില്ലേ. ചിന്നിന് മുന്നിൽ ഓടിയില്ലേ, ഒരു സമാധാനം ഇല്ല. ഹലോ, ഇത് കറ അവിടെ കിടന്നാ മതി. ഓ എന്റെ ഭാഗത്തോ അവളോട് മിണ്ടണ്ടല്ലേ. എന്റെ ഭാഗത്തോ എന്റെ ഭാഗത്തു ചോറങ്ങ് വരും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പട്ടിക്കുള്ള ചോറും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പോവാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ പോത്തിനും പശുവിനും ഉള്ള പുളിയരിയും പിണ്ണാക്കും ഒക്കെ വേവിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ വലിയ കലത്തോടെ വെള്ളം എടുത്ത് വെക്കുന്നതിൽ എളുപ്പം ഇതാണ്. കോഴിക്കൂട്ടി കയറിയാൽ നിന്നെ ശരിയാക്കും ഞാൻ. പോതിരിച്ച
തിരിച്ചോടി വീട്ടിൽ പൊടി. എടി വീട്ടിൽ പോ, ചൂടാ. മുട്ട ഉണ്ട്, മുട്ട, തോല് മുട്ട. അപ്പോൾ ഞങ്ങൾ പുല്ല് വെട്ടാൻ പോകണേ. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇത് വെട്ടി വെറുതെ ഇല മാത്രമേ തിന്നുള്ളൂ. നമ്മളിത് വെട്ടി അരിഞ്ഞു കൊടുക്കണം. ഉപ്പും ശർക്കരയും കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാലും തിന്നണമല്ലോ. പുല്ല് വേണ്ട, അഹങ്കാരി പോത്തേ. ഞാൻ പോത്തിന് അവിടെ കിടന്ന് കരയുന്നുണ്ട്. ആ പോട്ടെ. അയ്യോ, ഭയങ്കര മുള്ളാണേ. മുള്ള് മേത്ത് കൊണ്ട് ഉരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് മാന്തി പറിച്ച പോലെ ഇരിക്കും. വെയിലായതുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്താൻ പോവാ. അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ബാക്കി ഇനി വെയിൽ താന്നിട്ട് ചെയ്യാം. ഇന്നിപ്പോൾ വീഡിയോ എടുക്കലുണ്ടോയെന്ന് അറിയത്തില്ല. സിലിണ്ടർ എടുക്കണേ പമ്പാവാലി വരെ പോകണം. ഇന്ന് വണ്ടി വരത്തില്ല. നല്ല സുഖം. മനസാക്ഷിയില്ലാത്ത പോത്ത് അതേ കിടക്കുന്ന നോക്കിയ പുല്ല് അറ്റം മൂല മാത്രം കടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു അസ്ഥികൂടം പോലെ. ക്ഷീണിച്ചല്ല. സാരമില്ല കേട്ടോ, നമുക്ക് ശരി വരെയൊക്കെ ഇളകി കഴിയുമ്പോൾ ശരിയാവും. ഇത് നമ്മുടെ വലിയ പോത്തുകളല്ല കേട്ടോ, അവന്മാർ പുറത്താ. ഇത് വേറെ കണ്ട് കാണുമല്ലോ. ഇത് വേറെ ചെക്കന്മാർ. ആ നിങ്ങൾ തന്നെ എല്ലൊക്കെ എണ്ണി എടുക്കാം. എൻ്റെ നയൻതാരേ. പിന്നെ ആരുടെ അല്ല എണ്ണം പറ്റുന്നത്? നയൻതാരേൻ്റെ പറ്റില്ല. പിന്നെ ആരുടെ പറ്റുന്നത്? നീ അങ്ങ് പറ ആരുടെ അല്ല പിന്നെ എണ്ണാൻ പറ്റുന്നത്? ഇല്ലിയാനെയാ? അവളൊക്കെ വണ്ണം വെച്ച്. അങ്ങോട്ട് വലിക്കുന്നോ? അങ്ങനെ പോരാ. അമ്മ എന്തെങ്കിലും കൊണ്ട് താമ എന്നാ പച്ചവെള്ളമെന്താ? അല്ല വീട്ടിൽ വരെ കുറേ മുട്ട ഞാൻ കൊണ്ട് അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ സാധാ കോഴീൻ്റെ മുട്ട. ബാക്കി മുട്ട ഇതുമെല്ലാം കൂടി ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ മുട്ടയും കൊടുത്ത് ഗ്യാസ് സിലിണ്ടറും എടുത്ത് ഇപ്പോൾ തിരിച്ചു വരും. വേഷം ഒന്നും മാറുന്നില്ല, കാരണം വന്ന് വീണ്ടും പറമ്പിലോട്ട് ഇറങ്ങാനുള്ളതാണ്. വേഷം മാറുകയാണെങ്കിൽ പിന്നെ പെരയ്ക്കകത്ത് കയറണം. പെരയ്ക്കകത്ത് കയറുവാണെങ്കിൽ പിന്നെ കുളിക്കണം. ഇതെല്ലാം പരിപാടി കഴിഞ്ഞാൽ പിന്നെ പണിക്കിറങ്ങാൻ തോന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം ലാസ്റ്റ്. അങ്ങനെ പട്ടിക്കുള്ള മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, മുട്ടകളൊക്കെ കൊടുത്തു. പിന്നെന്താ
സിലിണ്ടർ എടുത്തിട്ട് വന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചോറും കഴിച്ചു. സമയം ഇപ്പം 5 മണിയായി. അടുത്ത് നമ്മൾ പട്ടിക്കൂട് കഴുകാൻ പോവുകയാണ്. പോത്തിന് വെള്ളം കൊടുക്കണം, പട്ടിക്കൂട് കഴുകണം, ബാക്കി പുല്ലരിയണം, അങ്ങനെ കുറച്ച് പണികൾ. അപ്പോൾ ഇനി ബാക്കി പണികളൊക്കെ തുടരട്ടെ. അട്ടടാ എത്ര എണ്ണോ ഇത്! എന്റെ പാറു നീ പണി പറ്റിച്ചല്ലോ. അതായത് നമ്മൾ നമ്മുടെ ആമ്പട്ടികളെല്ലാം വന്ധീകരിച്ചു, പെമ്പട്ടി പ്രസവിക്കാതിരിക്കാൻ. എല്ലാ ദിവസവും ഗേറ്റിൻ്റെ അവിടെ ഒരു വെള്ള പട്ടിച്ചെറുക്കം വന്നു നിന്നുകൊണ്ട് വിളിക്കും, ഇറങ്ങിവാടി 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 എന്ന്. പാറു അതിൽ വീണ് പോയി. അങ്ങനെ പാറു 10 മക്കളുടെ, നിലവിൽ കണ്ടിട്ട് 10 ഉണ്ട്, 10 മക്കളുടെ അമ്മയായിരിക്കുകയാണ്. എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൂടി വരിക. അപ്പോൾ പപ്പിച്ചെറുക്കൻ ഇവിടുത്തെ ആമ്പട്ടി ഇപ്പോൾ ചോദിക്കും ഞാൻ എന്നാ പൊട്ടനാന്ന്. ഇവിടെയുള്ള എല്ലാ ആമ്പട്ടീനെയും വന്ധീകരിച്ചു. അവനാണ് ഗേറ്റിൽ വന്ന് രാത്രി നിന്ന് നിരാശാഗാനത്തോടെ ഗാനമായിരുന്നു, കൂവലോട് കൂവല്. നല്ല താളത്തിലാണ് കൂവി. അപ്പോഴേ എനിക്കറിയായിരുന്നു. വേറെ 1-2 പെമ്പട്ടിയും കൂടെ ഇവിടുന്ന് വേലി ചാടിയിട്ടുണ്ട്. ഇനി അത് പ്രസവിക്കുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. ആമ്പട്ടിയെ വന്ധീകരിച്ച സമയത്ത് ഇവളെ വന്ധീകരിച്ചാൽ മതിയായിരുന്നു. തൊടലങ്ങ് മാറ്റടാ, തൊടലങ്ങ് മാറ്റ്. കുഞ്ഞുങ്ങളെ ഇപ്പം തരും കുഞ്ഞുങ്ങളെ. അതാ മറ്റോളോടാ മുറി കൊടുക്കുന്നത്. അവളിപ്പോൾ ചാടും. ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുത്താൽ മതി, അപ്പോൾ അവൾ ചാടൂല. 10 വയറ്റിൽ കിടന്നില്ലേ? കാണിച്ചേ പാറു പകുതി ഇവിടെ ഇനി ചാട്. എൻ്റെ പാറു പ്രസവിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രസവിക്കണം, ഒറ്റ ട്രിപ്പിന്. ഇനി മെനക്കടാവൊക്കെ വയ്യെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു പട്ടി മാറിക്കോ, എടുക്കല്ലേ. ഇപ്പം നമ്മൾ നല്ല ചാക്കയിൽ തുടച്ച് വെക്കും കേട്ടോ. പാത്തും അറിയണ്ട. 10 അല്ലേടോ? എടാ ആണും പെണ്ണും എത്ര ഉണ്ടടാ അറിയാനൊരാഗ്രഹം. പക്ഷെ ഇവിടെ തന്ത വെള്ളയാന്നല്ലോ. ഇതെന്ത് പാറു, ഇവിടെ നോക്കിയേ. നീ അവനെ ചതിച്ചോ? അവൻ വലിയ അഭിമാനത്തോടെ പാവം എൻ്റെ പപ്പിച്ചർക്ക് ഇവിടെ നിന്ന്. അവൻ്റെ വിചാരം അവൻ്റെ ആണെന്നിരിക്കും. ഇനി ഉണ്ടോ ബാക്കി? അയ്യോ എത്രയുണ്ടെന്ന് നോക്കി പാവം. ഇത്രയാണ് ഈ വയറ്റിൽ കിടന്നില്ലേ? ആ നിന്റെ നീ എടുത്തു. ഇതിൻ്റെ മേത്തെങ്ങനെ ഇത്ര അഴുക്കായത്? ചെളി കിടന്നിട്ട്. ഇത് പെൺകുട്ടിയാ. ഒന്നേ കൂടുതലും പെണ്ണായിരിക്കും. ഇതും പെണ്ണ അല്ല, ഇതാണ്. ആ ഒന്നേ ഇത് ആണ്. 1 2. ഇത് പെണ്ണ്. ആ 2 2. ഇത് പെണ്ണ്. 3 2. ഇതാണ് 6 ആണും 4 പെണ്ണും. കൊള്ളാം, വെൽഡൻ, നല്ല ജോബാ. പക്ഷേ ഇത്തവണ നിന്നെ ഞാൻ വന്ധീകരിപ്പിക്കും. ഇനി ഇങ്ങനെ മക്കളെ പെറുക്കാൻ വയ്യ. കഴിഞ്ഞ തവണ പപ്പിച്ചെറുക്കനെ വെറുതെ നമ്മൾ കുറ്റപ്പെടുത്തി. ബ്രൗൺ ഇവിടുത്തെ എല്ലാ ആണുങ്ങൾക്കും നീ ഒരു വെല്ലുവിളി ആയിക്കൊണ്ടാണ് താഴെ നിൽക്കുന്ന ആ വെള്ളപ്പട്ടിയിൽ നീ വീണത്. ഇവിടെ നോക്കിയേ. ആ അച്ചാച്ചി ചാണകം ഉണക്കുന്ന ഗോഡൗണുണ്ട്. നാളെ 10ാമതേവായിട്ട് ചേമ്പ് നടാൻ. പിള്ളേരെ കണ്ടോ? 10 എണ്ണം, 6 ആണും 4 പെണ്ണും. ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഈ ഉള്ളതൊന്നും പോരെ. അണലിയോ? നല്ലതാ, വളർത്തിക്കോ. ഇനി അതിനെ കൂടെ വളർത്ത്. കഷത്തിൽ വെച്ചോണ്ട് പോകും.
പാത്രനെ കണ്ടാ പിന്നെ നോക്ക് പഴുത്തോന്ന്. ഓ കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടിമാർക്കെല്ലാം ചോറ് കൊടുക്കണം. പശുവിനെ പോത്തിനെ അഴിച്ചുകൊണ്ട് വരണം. അതിനെ ചിലപ്പോഴേ അഴിക്കുള്ളൂ, ചിലപ്പോൾ അത് പറമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം കുളിയും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇനി കുളിയും കഴിഞ്ഞ് കൂട്ടിക്കയറാൻ സമയമായി. അപ്പോൾ ഇന്നൊരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്, പെയ്യുമായിരിക്കും. മഴയൊക്കെ പെയ്യുവാണെന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പറങ്ങാണ്ടിയില്ലേ കശുവണ്ടി, അതൊക്കെ ചുട്ട് തിന്ന് ഇങ്ങനെ പതുക്കെ ഇരിക്കണം. അപ്പോൾ ഇനിയുള്ളതൊന്നും വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞാവയ്ക്ക് എനിക്കും കൂടെ പണിയെടുക്കാൻ പറ്റില്ല. ഞാനൊന്നീ ചെയ്യണം, അല്ല കുഞ്ഞാവ് എന്നിറങ്ങണം വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം വീഡിയോ പരിപാടി നിർത്തിയിട്ട് പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടാറ്റാ.